അല്ലയോ കെ സുരേന്ദ്ര, എങ്ങനെയാണ് നിങ്ങൾ തോറ്റത്? അതിന് കെ സുരേന്ദ്രൻ തരുന്ന ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കെ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം ഈ പറയുന്ന ശിവൻകുട്ടിയും കൂടി ഉത്തരം തരുന്നുണ്ട് എങ്ങനെ തോറ്റു എന്ന്. ശിവൻകുട്ടി ബോധം കെട്ട നിലയിലാണ്. ശിവൻകുട്ടി ആദ്യം എന്താണ് പറയുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പ് കോൺഗ്രസിന്റെ കൊടുങ്കാറ്റ് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം ശിവൻകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. പരാജയത്തെക്കുറിച്ച് എന്തോ ജനാധിപത്യ സംവിധാനത്തിൽ പരാജയത്തെ പരാജയമായി തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് മാന്യത എന്ന് പറഞ്ഞത്, രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. തോൽവി അംഗീകരിക്കുന്നു. എന്താ വലിയ വ്യത്യാസമില്ല, 3000 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. എന്താ അങ്ങനെ ഉണ്ടായതെന്ന് സംബന്ധിച്ചിടത്തോളം വിശദമായി പാർട്ടി പരിശോധിക്കും, ഞാനും പരിശോധിക്കും. തോൽവി താങ്കൾ പ്രതീക്ഷിച്ചിരുന്നതല്ല? തോൽവി പ്രതീക്ഷിച്ചിരുന്നതല്ല, അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. എന്റെ പൊന്നു ശിവൻകുട്ടി സാറേ, നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. അതായത് ഞാനൊരു 10 ദിവസം മുമ്പേ പറഞ്ഞതാണ് നിങ്ങൾ തോക്കുമെന്ന്. നിങ്ങളോട് വ്യക്തിപരമായിട്ട് എനിക്ക് ദേഷ്യമുള്ളത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. നാടിന്റെ ട്രെൻഡ് എന്ത്, അവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ തോക്കാനുള്ള 2 പ്രധാന കാരണം ഞാൻ പറയാം. ഒന്ന്, നിങ്ങളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതാണ്. ഇങ്ങേര് വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഒരു കാര്യം പറയാം, നമ്മുടെ കേരളത്തിന് വലിയ വിലയാണ് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. കാരണം കേരളം വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു നാടാണ്. കേരളക്കാർക്ക് ഇപ്പൊ ഇവിടെ നോക്ക്, BJP വരുന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണം വിദ്യാഭ്യാസം എന്നാണ് നോർത്ത് ഇന്ത്യക്കാരൊക്കെ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള കേരളം, നല്ല ബുദ്ധിയുള്ള ഒരു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരാൾ ഇന്ത്യ ടുഡേ, അതായത് ഇന്ത്യ ടുഡേ എന്ന ന്യൂസ് ചാനലിന്റെ ഒരു അപരാധിക വന്നിട്ട്, അതായത് ഒരു പെൺകുട്ടി വന്നിട്ട് ഇംഗ്ലീഷിൽ ചില ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങേർക്ക് ഉത്തരം പറയാൻ അറിയുന്നില്ല. അവൾ തന്നെ, ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തക തന്നെ ചിരിക്കുകയാണ്. അവൾ ചിരിച്ചതിന്റെ കാരണം അവൾക്കറിയാം കേരളക്കാരാണ്, മലയാളികൾക്ക് ഇംഗ്ലീഷ് അത്ര ഒന്നും അറിയത്തില്ല എന്നറിയാം. ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് ഇത്തിരിയെങ്കിലും അറിയണം. അത് പിണറായി വിജയന്റെ വലിയൊരു ഫൈലാണ്. നമ്മൾ ഇദ്ദേഹത്തിന്, നിങ്ങൾ ശിവൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണമായിരുന്നു വേറെ എന്തെങ്കിലും വകുപ്പിൽ. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കൊടുക്കേണ്ടത് ഇത്തിരിയെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവർക്ക്. ഞാൻ ഇങ്ങനെ കളിയാക്കുന്നതല്ല, അത് ആ നാട്ടുകാർ, നേമത്തെ നാട്ടുകാർക്ക് നല്ലോണം പിടിച്ചിട്ടില്ല. ഓക്കെ, അവരുടെ നാടിന്റെ വിലയാണ് പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെ തോറ്റ് പണ്ടാരടങ്ങാനുള്ള കാരണം. മിസ്റ്റർ ശിവൻകുട്ടി, നിങ്ങൾ തോൽക്കാനുള്ള 2ാമത്തെ കാരണം പിണറായി വിജയന്റെ ഭരണവികാര വിരുദ്ധതയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ലേഖടിപ്പിക്കുന്നില്ല. കെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, കെ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, മുഴുവനായിട്ട് കേൾക്കണം. ഓക്കെ, അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ആന്റി ഇൻകംബൻസി ഇത്രയും ശക്തമല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോ UDF ഒരു തരംഗമല്ലായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു അല്ലേ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. നോക്കൂ, സാധാരണ നിലയിൽ ഭരണകക്ഷിക്കെതിരായിട്ടുള്ള ഇത്രയും വലിയൊരു ജനവികാരം ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രയോജനം നാച്ചുറലി പ്രതിപക്ഷത്തിനാണ് പോകുന്നത്. അതെങ്ങനെയാണ് മിസ്റ്റർ സുരേന്ദ്രൻ? നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഭരണവികാര വിരുദ്ധത ഉണ്ടെങ്കിൽ BJPക്ക് എന്തുകൂടി ജയിച്ചുകൂടാ? അല്ല, ഇങ്ങനെ അങ്ങനെ പറയുമ്പോ ഇങ്ങേര് ഭരണവികാര വിരുദ്ധത ഉള്ളത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് അങ്ങനെ പറഞ്ഞ് മുങ്ങാൻ നോക്കുകയാണ്. ഇത് തെറ്റാണ്. നിങ്ങൾ തോറ്റ് പണ്ടാരടങ്ങി, അത് സമ്മതിക്കണം. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ ജയിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് മിസ്റ്റർ സുരേന്ദ്രൻ ജയിക്കാത്തത്? ഒരു കാര്യം പറയും പൊന്നു മനുഷ്യന്മാർ, എനിക്ക് പേഴ്സണലി സുരേന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങേരൊന്ന് ജയിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങേര് എന്ന് താമര വിടുന്നോ, അങ്ങേര് കേരളത്തെ ജനങ്ങൾ, ഇപ്പൊ നേമത്തല്ല, മഞ്ചേശ്വരത്തല്ല, പാലക്കാട്, എവിടെ ഇങ്ങേര് നിന്നാലും ജയിക്കത്തില്ല. അത് കേരളത്തിന്റെ മലയാളികൾക്കുള്ള ഒരു ഇതാണ്. സുരേന്ദ്രനെ താമരകൾ ജയിപ്പിക്കൂല എന്ന്. നിങ്ങൾ സ്വതന്ത്രനായി നിന്നാൽ ഉറപ്പായിട്ടും ജയിക്കും. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു വലിയ മാറ്റം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച്. ഇനി BJP ഇല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് നിയമസഭയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്ത് കയ്യാ, 3 MLA മാർക്ക് കോൺഗ്രസ് എന്ത് പറഞ്ഞു അതാണ് ഇനി നിയമസഭയിൽ നടക്കാൻ പോകുന്നത്. കെ സുരേന്ദ്രൻ, കോൺഗ്രസിന്റെ എത്ര 103 MLA-മാരാണ് മിസ്റ്റർ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു നല്ല മെസ്സേജ് തന്നെയാണ്. മഞ്ചേശ്വരത്ത് 745 പക്ഷെ ഇപ്പം 29,000 വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF മാറിയിരിക്കുകയാണ്. പറഞ്ഞല്ലേ, 745 എന്ന് കൂട്ടിയ പോരാ, നിങ്ങൾ 15,000 എക്സ്ട്രാ കുറയ്ക്കണം. അത് എന്തിനാണ് 15,000 എക്സ്ട്രാ കുറയ്ക്കേണ്ടത്? അതായത് സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്, ആദ്യം 79 വോട്ടിന് തോറ്റു, പിന്നീട് 700 ചില്ലാനം വോട്ടിന് തോറ്റു, ഇന്നലെ 30,000 വരുന്ന വോട്ടിനാണ് കെ സുരേന്ദ്ര തോറ്റത്. എന്തൊരു വ്യത്യാസമാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതായത് SIR-ന് ശേഷം ഉണ്ടായിട്ടുള്ള
വോട്ടിന്റെ എണ്ണം നമ്മളെല്ലാം പരിശോധിച്ചതാണ് ആവശ്യം. രണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി LDFന്റെ പകുതി വോട്ടാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2000 വോട്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, മറിക്കുന്നത്. ഇത്തവണ സ്വന്തം പാർട്ടിയുടെ പകുതിയിലേറെ വോട്ട് പോവുകയാണ്. നോക്കൂ നിങ്ങൾ, 1-2 വോട്ട് 100-200 വോട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, മറിക്കാൻ പറ്റും. പക്ഷെ സ്വാഭാവികമായിട്ടും ഇത്തവണ മഞ്ചേശ്വരത്ത് 25,000 വോട്ടാണ് ഈ പറയുന്ന LDFന് കുറഞ്ഞത്. അത് ജനങ്ങൾ തീരുമാനിച്ചാണ് മിസ്റ്റർ കെ സുരേന്ദ്രൻ ഇട്ടത്. പിണറായി വിജയന്റെ ഭരണവികാര വിരുദ്ധത ഉള്ളത് കൊണ്ടാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു മണ്ഡലത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാമാണ് ബാധിച്ചിരിക്കുന്നത്. പിന്നെ സാമുദായിക ഏകീകരണം ശക്തമായിട്ട് ഉണ്ടായല്ലോ, അത് എല്ലാം കൂടിയാണ്. അതല്ലാതെ BJPക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടില്ല. 15,000 വോട്ട് SIR കുറഞ്ഞിട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും 3000-ലധികം വോട്ടുകൾ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സുരേന്ദ്രൻ പറയുന്നത്, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന AKMന് കിട്ടിയതിനേക്കാളും 30,000 വോട്ടാണ് AKMന് ഇത്തവണ കിട്ടിയത്. സുരേന്ദ്രന് 3,000 വോട്ട് കൂടുതൽ കിട്ടിയത്ര. സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്, 5 വർഷം കഴിയുമ്പോൾ വോട്ടിടുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുന്നുണ്ട്. എത്ര പുതിയ പുതിയ വോട്ടർമാർ വരുന്നുണ്ട്. അവരൊക്കെ ചിന്തിച്ചു കെ സുരേന്ദ്രൻ വേണ്ട, ഇവിടെ AKMSFന്റെ ഭരണം മതിയെന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണ്, അല്ലാതെ SIRഉം LDF മറിച്ചത് കൊണ്ടൊന്നുമല്ല. ബാക്കിയും കൂടി കേട്ട് നോക്കാം. CPM UDF ഡീൽ ഉണ്ടായിരുന്നു, ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ ഇത്ര പരസ്യമായിട്ട് എല്ലാ ബൂത്തിലും ഉണ്ടാവുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. സാധാരണ ചില കുത്തിക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാർട്ടി കേഡറുകളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നല്ല നിലയ്ക്ക് പാർട്ടി എല്ലാ പഞ്ചായത്തിലും, എനിക്ക് തോന്നുന്നു എല്ലാ ബൂത്തിലും ഒരു പകുതി വോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കെ സുരേന്ദ്രൻ പറയുന്നത് എല്ലാ LDFന്റെ എല്ലാവരും വന്നിട്ട് UDFലേക്ക് വോട്ടിട്ടു എന്നാണ്. എന്തൊക്കെയാ പറയുന്നത്? സത്യസന്ധമായിട്ട് പറയുകയാണ്, നമ്മൾ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് കൊടുത്തിട്ട് ഒരു ഏജന്റാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം അവൻ അങ്ങനെ ചെയ്തു എന്ന്. ഇത് നമ്മൾ പോയി ഇടുന്ന വോട്ട് എങ്ങനെയാണ് LDFകാർ മറിക്കുന്നത്? ഇതൊക്കെ വൃത്തികേടാണ് സുരേന്ദ്രൻ നിങ്ങൾ പറയുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. തന്നെ സൂചിപ്പിച്ചു, SIR വലിയ രീതിയിൽ 15,000-അടുത്ത് വോട്ട് BJPക്ക് കുറഞ്ഞു. കുറെ വോട്ടുകൾ തള്ളപ്പെട്ടു, ചേർക്കുന്ന എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട്. SIR BJPക്ക് ഒരു വലിയ തിരിച്ചടിയുമാണ്. അതെന്താ കാരണം വെച്ചാൽ ഇപ്പൊ BJPക്ക് ഒരു രാഷ്ട്രീയ തിരിച്ചടിയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ നമ്മുടെ മംഗൽപാടി, മഞ്ചേശ്വരം, കുമ്പള ഈ പഞ്ചായത്തിലൊന്നും ആളുകൾ അധികം മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എൺമകജ, പൈവളിക, കുത്തിക അങ്ങനെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ പോവാണ്. കാരണം വിദ്യാഭ്യാസത്തിന്, തൊഴിലിന് നല്ല സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഇപ്പൊ പൈവളികയൊക്കെ കുറ്റം പറയുകയാണ് കെ സുരേന്ദ്രൻ. എന്തൊക്കെയാണ്? ബാക്കിയും കൂടി കേട്ടുന്ന എഡ്യൂക്കേറ്റഡ് ആൾക്കാർ മുഴുവൻ പോവാണ്. അത് ഒരു പ്രധാന ഘടകമാണ്. താങ്കൾ ഇലക്ഷൻ വന്നപ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രധാന ഒരു ആരോപണം എന്ന് പറഞ്ഞ് ഇവിടെ ഉന്നയിച്ചത്, താങ്കൾ ഇങ്ങനെ ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്നു, പിന്നെ കാണാതാവുന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പരാജയപ്പെട്ടിരിക്കുന്നത്, ഇനി മണ്ഡലത്തിൽ തുടരുമോ? പിന്നെ ഞാനിപ്പം 2001 മുതലുള്ള എന്റെ ബന്ധമാണ്. അതിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് കൊണ്ട് എന്റെ ബന്ധം അവസാനിക്കുന്നില്ല. മഞ്ചേശ്വരത്തുകാർക്ക് ഏത് കാര്യത്തിനും ഞാനുണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നാൽ പിന്നെ എന്നെ അത്രയും സ്നേഹിച്ച ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നില്ല പൊന്നു മനുഷ്യന്മാർ ഇനി കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്ന്. കെ സുരേന്ദ്രൻ ഉറപ്പായിട്ടും ഇനി വരുന്ന ഒരു ഇലക്ഷനിലും മത്സരിക്കത്തില്ല. മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാതിരിക്കാൻ. തോറ്റു മടുത്തിട്ടില്ലേ? അതായത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ 3 സീറ്റാണ് ഈ പറയുന്ന BJP നേടിയത്. അതില് മറ്റേ കഴക്കൂട്ടത്ത് 30 വോട്ടിനാണ്, 30-20 വോട്ടിന്, കേവലം 20 വോട്ടിനാണ്. രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ 3000 വോട്ടിനാണ്. മറ്റേ ചെങ്ങന്നൂരിൽ ആ ചങ്ങായി ജയിച്ചത് വെറും 1000-ന് താഴെ വോട്ടിനാണ്. അപ്പോൾ BJPക്ക് അടുത്ത 5 വർഷവും ഒരു മണ്ണാങ്കട്ട് ഇനിയും കിട്ടാൻ പോകുന്നില്ല. വി ശിവൻകുട്ടി ജയിക്കേണ്ട അടുത്താണ് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചത്. അത് വി ശിവൻകുട്ടി ജയിക്കാത്ത കാരണം പിണറായി വിജയന്റെ വൃത്തികെട്ട ഭരണം കാരണമാണ്. ഇത് ഇനിയും 0 ആവും. നിങ്ങൾ നോക്കൂ, ഇനിയാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇന്ത്യ മൊത്തം BJPയുടെ കയ്യിലാണ്. ഇനിയാണ് BJPക്ക് 8ന്റെ പണി കിട്ടാൻ പോകുന്നത്. ഉറപ്പായിട്ടും തോറ്റു പണ്ട് അതങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസ് തോക്കാൻ തുടങ്ങിയാൽ കോൺഗ്രസ് തന്നെ തോക്കും, BJP തോക്കാൻ തുടങ്ങിയാൽ BJP തന്നെ തോൽക്കും. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കുറേ കാലമായിട്ടാണ് അവിടെ മമതാ ബാനർജി ഭരിക്കുന്നത്. മടുക്കും. വോട്ടിംഗ് മെഷീൻ ഹാക്കൊന്നും ഞാൻ പറയുന്നില്ല, ഭരണം മടുക്കലുണ്ട്, നമുക്ക് മടുക്കുന്നത് പോലെ അങ്ങനെ വോട്ടിടും. അതിപ്പോൾ ഗോളടിച്ചത് ഈ പറയുന്ന BJPക്കാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.